ഓക്കെ മക്കളെ, വെൽക്കം ബാക്ക് ടു RK നെക്സ്റ്റ്. വരുന്ന ബുധനാഴ്ച നമ്മളുടെ ക്വാർട്ടർലി ഓണപരീക്ഷയുടെ ബയോളജി എക്സാമിനേഷൻ ആണ്. ചൊവ്വാഴ്ചത്തെ ഉച്ചക്ക് 1:30 മാത്സ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം 4:30 എക്സാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലൊരു 5 മണി 6 മണിക്ക് എത്തിയതിന് ശേഷം നമുക്ക് എന്ത് നോക്കണം? ബയോളജിയിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. സുവോളജിയിലെ 3 ചാപ്റ്ററും ബോട്ടണിയിലെ 1.25 ചാപ്റ്ററുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് 4.25 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബയോളജിയുടെ എക്സാം 60 മാർക്കിനാണ്. അതിൽ 30 മാർക്ക് സുവോളജിയും 30 മാർക്ക് ബോട്ടണിയും ആണ്. അതിൽ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോട്ടണിയുടെ 30 മാർക്കിന്റെ ചോദ്യങ്ങൾ. അതായത് 1.25 ചാപ്റ്ററിൽ നിന്ന് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഫുള്ളും, രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസിന്റെ ഏകദേശം ഒരു 3/4 ഭാഗവും, നമ്മുടെ ബയോളിസ്റ്റിക്സ്, ജീൻ ഗണ്ണ്, മൈക്രോ ഇഞ്ചക്ഷൻ വരെയുള്ള ടോപ്പിക്സും ആണ് നമുക്ക് ഓണപരീക്ഷയ്ക്കുള്ളത്. അപ്പം ഈ ഒരു 1.25 ചാപ്റ്ററിൽ നിന്നുള്ള മേജർ ആയിട്ടുള്ള, നമുക്കറിയാം എക്സാമിന്റെ പാറ്റേൺ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വാർട്ടർലി എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഹാഫ് ഇയർലി ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, മോഡൽ ആയിക്കോട്ടെ നമുക്ക് വരിക. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് RK നെക്സ്റ്റ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ഈ 2 ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതാക്കുന്നത്. ഈ വീഡിയോ കണ്ട് സെറ്റാക്കി ഫുള്ള് പഠിച്ച് നമ്മൾ ഇന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ചിട്ട് വേണം ബുധനാഴ്ച 1:30 പരീക്ഷ ഹാളിലേക്ക് കയറേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ ഇതാക്കുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകല്ലേ? ഓക്കെ, സോ 1 മാർക്ക് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഏതാണ്? മക്കളെ അറിയില്ലേ? നമ്മൾ പഠിച്ചതല്ലേ തുടക്കത്തിൽ തന്നെ. ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം ഏതാണ്? HindII ആണ്. ഓക്കെ, അത് നമ്മൾ ഐസൊലേറ്റ് ചെയ്തത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ്, അത് നമുക്ക് അധികം പഠിക്കാനില്ല, അതുകൊണ്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ RDNA ടെക്നോളജി. എന്താ RDNA ടെക്നോളജി? റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് RDNA ടെക്നോളജി. RDNA ടെക്നോളജി, ദ DNA ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ എ ടെക്നിക് കോൾഡ്. നമ്മൾ DNA റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യും, ദെൻ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക് അല്ലേനോടാ മക്കളെ എയ്ജ് എന്ന് പറയുന്ന അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പോ എയ്ജ് എന്ന് ഷോർട്ട് ഫോം എഴുതരുത്, ഫുൾ ഫോം എഴുതണം. അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എഴുതാം. ഇനി ചില സമയത്ത് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് എഴുതിയാലും നമുക്ക് ആൻസർ കീയിൽ നമ്മളോട് മാർക്ക് കൊടുക്കാൻ നമ്മളോട് പറയാറുണ്ട്. എന്നാലും ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആൻസർ എഴുതുന്നതാണല്ലോ നമുക്ക് നല്ലത്. ബയോളജി ആണ്, നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാകും, സോ വിഷയമല്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എഴുതുക. സോ ദ ആൻസർ കംപ്ലീറ്റ് ആക്കി എഴുതുക. എന്ത്? അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകല്ലേ? സെറ്റ് അല്ലേ? വെരി. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ദ ഫ്രൂട്ട് ഡെവലപ്ഡ്. ഓക്കെ, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ബയോടെക്നോളജി എന്നായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഏതാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ്. വരൂ. ദ ഫ്രൂട്ട് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻസ് ആർ കോൾഡ്. ആ ഫ്രൂട്ടിനെ ആയിരുന്നു നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നത്? P വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ബാക്കി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എന്താ പേര്? പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. ഏതായിരുന്നു പാർത്തനോ കാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിൾ? ബനാന. അങ്ങനെയുള്ള ഫ്രൂട്ടുകൾ സീഡ്ലെസ് ആയിരിക്കും, നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, വരി. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ദ നെയിം ഓഫ് ദ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്. ഈ ഗെമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് എന്നുള്ള ടേം പലർക്കും സംശയം ഉണ്ടാകും. കുട്ടികളെ, ഗെമറ്റോഫൈറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഗമീറ്റിന്റെ ഫാദർ. അതായത് എവിടെ നിന്നാണ് ഗമീറ്റ് വരുന്നത്? അപ്പൊ ഫീമെയിൽ ഗമീറ്റ്. ഓക്കെ, അപ്പൊ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എന്ന് വെച്ചാൽ ഫീമെയിൽ ഗമീറ്റിന്റെ ഫാദർ ആരാ? ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്. ആരാ ഫീമെയിൽ ഗമീറ്റ്? എഗ്. ആ എഗ് എവിടുന്നാ വരുന്നത്? കുട്ടികളെ, എഗ് ഉണ്ടാവുന്നത് എംബ്രിയോ സാക്ക് എന്നല്ലേ? ആ എംബ്രിയോ സാക്ക് അറ്റ് മെച്യൂരിറ്റി 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് ഒരു സെല്ലല്ലായിരുന്നു എഗ്. അപ്പൊ ആ എഗ് ഉണ്ടാവുന്നത് എവിടുന്നാ? എംബ്രിയോ സാക്ക് എന്നല്ലേ? മെഗാസ്പോർ മദർ സെല്ലിന്റെ മെഗാസ്പോറോജെനസിസ് ഒക്കെ ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ ആ എഗ് വരുന്ന സ്ഥലം എവിടുന്നാണ്? എംബ്രിയോ സാക്ക് ആണ്. എഗ് ആരാണ്? ഫീമെയിൽ ഗമീറ്റ്. ഫീമെയിൽ ഗമീറ്റ് വരുന്നത് എവിടുന്നാണ്? ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. അപ്പൊ നമ്മൾ ആൻസർ എന്താ? embryo sac is the answer. Simple അല്ലേ? മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കല്ലേ? ഓക്കെ, എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ദ നെയിം ദ എൻസൈം യൂസ്ഡ് ടു ജോയിൻ DNA ഫ്രാഗ്മെന്റ്സ് ഇൻ റീകോമ്പിനന്റ് DNA ടെക്നോളജി. കട്ട് ചെയ്യാൻ ഏതാണെന്ന് ഞാൻ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു. ഏതാ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. എന്നാൽ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈംസിന്റെ പേരാണ് DNA ligase. കൂടുതൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏതാ? ഇൻ സം സീഡ്സ് ദ ന്യൂസെല്ലസ് എവിടെയാണ് കാണുന്നത്? നമ്മളുടെ ഒവ്യൂളിന്റെ ഉള്ളിൽ, ഇന്റഗുമെന്റിന്റെ ഉള്ളിൽ മാസ് ഓഫ് സെൽസ് ആയിരുന്നു ന്യൂസെല്ലസ്. ഓക്കെ, ആ ന്യൂസെല്ലസ് മേ ബി പെർസിസ്റ്റന്റ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ.
ഓക്കെ, ആ പെർസിസ്റ്റന്റ് ആയ ന്യൂസെല്ലസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അധിക കേസിലും 99% ആൻജിയോസ്പേമിന്റെ കേസിലും ഈ ന്യൂസെല്ലസ് എന്ത് ചെയ്യൂല? പെർസിസ്റ്റന്റ് ആവുക എന്ന് വെച്ചാൽ എന്താ? ബാക്കിയായി കിടക്കുക. അത് നോർമലി എല്ലാ ആൻജിയോസ്പേമിലും അത് എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്ത് പോകും. പക്ഷേ ഈ ഒരു ലെസ് ദാൻ 1% പ്ലാന്റ്സിൽ ഈ ന്യൂസെല്ലസ് അവിടെ ബാക്കിയായിട്ട് കിടക്കും, ഡീജനറേറ്റ് ചെയ്തു പോകൂല. അങ്ങനെ ഡീജനറേറ്റ് ചെയ്തു പോകാത്ത ബാക്കിയായി കിടക്കുന്ന ന്യൂസെല്ലസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെർസിസ്റ്റന്റ് ആയ ന്യൂസെല്ലസ്. ആ പെർസിസ്റ്റന്റ് ആയ ന്യൂസെല്ലസിനെ ഒരു ഒറ്റ ടേമിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പെരിസ്പെർം. പെരിസ്പെർമിന് എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? ബീറ്റ് ഓർമ്മയുണ്ടോ? ഓക്കെ, ആ ബീറ്റ് ഒക്കെ എന്തിന് എക്സാമ്പിൾസ് വരുന്നതാണ്? നമ്മളുടെ പെരിസ്പെർം, അതായത് പെർസിസ്റ്റന്റ് ആയ ന്യൂസെല്ലസ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഏതാ അടുത്ത ക്വസ്റ്റ്യൻ? ഡാഷ് ഈസ് ദ proteinaceous layer which separate endosperm and embryo in a monocot seed. ഓക്കെ, ഇത് നമ്മൾ എക്സാക്ട്ലി നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് പഠിച്ചിട്ടുള്ളത്. ഇത് എക്സാക്ട്ലി നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ വരൂല, എന്നാലും ഒരു റീവൈൻഡിങ് ആയിക്കോട്ടെ. ഓക്കെ, ഏതാണ് ആ പ്രോട്ടീനേഷ്യസ് ലെയർ? ദാറ്റ് പ്രോട്ടീനേഷ്യസ് ലെയർ ഈസ് കോൾഡ് അലിയൂറോൺ ലെയർ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മോർഫോളജിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലോട്ട് ഡിസ്കഷൻ ചെയ്യുന്നില്ല. ആഫ്റ്റർ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ, ഓർമ്മയുണ്ടോ മക്കളെ? സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ആണ് നമ്മളുടെ ആൻജിയോസ്പേമിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫീച്ചർ ആയ ഡബിൾ ഫെർട്ടിലൈസേഷന്റെ ഭാഗം. ഓക്കെ, ആ സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും കഴിഞ്ഞതിന് ശേഷം ഇൻ എംബ്രിയോ സാക്ക് എംബ്രിയോ വിൽ ബി ഡിപ്ലോയിഡ് ആൻഡ് എൻഡോസ്പേം എന്തായിരിക്കും കുട്ടികളെ? എൻഡോസ്പേം അല്ലെങ്കിൽ എൻഡോസ്പേമിന്റെ മുന്നേയുള്ള ആളല്ലേ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന PEN. എങ്ങനെ PEN ഉണ്ടാകുന്നത്? സെക്കൻഡ് മെയിൽ ഗമീറ്റ് സെൻട്രൽ സെല്ല് അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടല്ലടാ കുട്ടികളെ PEN ഉണ്ടാകുന്നത്. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മെയിൽ ഗമീറ്റും അല്ലെങ്കിൽ എല്ലാ ഗമീറ്റും, മെയിൽ എന്നല്ല, എല്ലാ ഗമീറ്റും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. പോളാർ ന്യൂക്ലിയേ, അതായത് സെൻട്രൽ സെല്ലിന്റെ ഉള്ളിൽ 2 ന്യൂക്ലിയസ് ഇല്ലടാ. അതുകൊണ്ട് 2 ന്യൂക്ലിയസ് ഉള്ളതുകൊണ്ട് ഇത് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും കൂടി ചേർന്നാൽ എന്താ ഉണ്ടാകുക? ട്രിപ്ലോയിഡ് എന്ന 3N. അപ്പൊ ഈ PEN എന്നാണ് എന്തുണ്ടാകുക? എൻഡോസ്പേം ഉണ്ടാകുക. അപ്പൊ PEN ട്രിപ്ലോയിഡ് ആയ സ്ഥിതിക്ക് എൻഡോസ്പേമും എന്തായിരിക്കും? ട്രിപ്ലോയിഡ് ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഓക്കെ മക്കളെ, ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ 3 ന്യൂക്ലിയസ് ഇൻവോൾവഡ് ആയതുകൊണ്ട്. സിമ്പിൾ സാധനം. ഓക്കെ, വെരി. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? എന്താ? ദ ഇന്നർ മോസ്റ്റ് വാൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. ആന്തറിന്റെ അവിടെ നമ്മൾ പഠിച്ചത്, ആൻഡ്രീഷ്യത്തിന്റെ അവിടെ നമ്മൾ പഠിച്ചത് മൈക്രോസ്പൊറാഞ്ചിയം വിച്ച് നറിഷസ് ദ പൊള്ളൻ ഗ്രെയിൻ. ഓക്കെ, ഇന്നർ മോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി അതിന്റെ ഉള്ളിലേക്കൊന്നും പോകണ്ട. ഇന്നർ മോസ്റ്റ് ലെയർ ഏതാണ്? ടെപ്പീറ്റം. അപ്പൊ ബാക്കി 3 ലെയേഴ്സ് ഏതൊക്കെയാ? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ്. സെറ്റ് അല്ലേ? ഓക്കെ, ആ ടെപ്പീറ്റത്തിന്റെ പണി എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എന്താ? നറിഷസ് ദി പൊള്ളൻ ഗ്രെയിൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് നെക്സ്റ്റ്? ഫ്രൂട്ട് വിച്ച് ഡെവലപ്പ് ഫ്രം എനി പാർട്ട് ഓഫ് ദി ഫ്ലവർ അതർ ദാൻ ഓവറി ഈസ് കോൾഡ്. ഓവറിന്ന് വരുന്ന ഫ്രൂട്ട് നമുക്കറിയാം. വരുന്ന ഫ്രൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ട്രൂ ഫ്രൂട്ട് എന്ന് വിളിച്ചത്. വരാത്ത ഫ്രൂട്ട് എന്താ ചോദിച്ചത്? വരുന്ന ഫ്രൂട്ട് ട്രൂ ആണെങ്കിൽ വരാത്ത ഫ്രൂട്ട് എന്ത്? ഫാൾസ്. ട്രൂവിന്റെ ഓപ്പോസിറ്റ് ഫാൾസ്. അപ്പൊ ഓവറിന്ന് വരാത്ത ഫ്രൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നമ്മൾ ട്രൂ ഫ്രൂട്ട്, ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുക. ഓവറിന്ന് വരുന്ന ഫ്രൂട്ടിനെ എന്തെന്ന് വിളിക്കും? ട്രൂ ഫ്രൂട്ട് എന്ന് വിളിക്കും. സെറ്റ് അല്ലേ? ഓക്കെ, എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ ആൽബുമിന സീഡ്. ആൽബുമിന സീഡ് ഓർമ്മ ഉണ്ടോ? സീഡ് 2 ടൈപ്പ് ഉണ്ട്. സീഡിൽ എൻഡോസ്പേം ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൽബുമിന സീഡ് എന്ന് വിളിക്കും. എന്നാൽ എൻഡോസ്പേം ബാക്കി ഒന്നും ഇല്ല, ഫുള്ളി എംബ്രിയോ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് സീഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇൻ ആൽബുമിന സീഡ്, അപ്പൊ ഫുഡ്, അപ്പൊ ആൽബുമിന സീഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിസർവ് ഫുഡ് ബാക്കിയുള്ളത്. റിസർവ് ഫുഡ് എവിടെ സ്റ്റോർ ചെയ്യണത്? എൻഡോസ്പേമിൽ. അപ്പൊ ഒബ്വിയസ്ലി ഫുഡ് എവിടെ സ്റ്റോർ ചെയ്യണത്? സോ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? എൻഡോസ്പേം. ആ എൻഡോസ്പേം എങ്ങനെ ഉണ്ടാവുന്നത്? ഇത് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു. സെറ്റ് അല്ലേ? ഓക്കെ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? Formation of more than one embryo in the seed is called. ഇത് നമ്മളുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലോറിംഗ് പ്ലാന്റ്സിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ്. അപ്പോമിക്സിസ് ആൻഡ് ഒരു ടോപ്പിക്. എന്തേനി ആ ടോപ്പിക്? ആ ടോപ്പിക്കാണ് പോളി എംബ്രിയോണി. മക്കളെ, പോളി എന്ന് വെച്ചാൽ കുറെ നല്ലടാ, എംബ്രിയോണി അപ്പൊ കുറെ എംബ്രിയോ ഉള്ള സ്റ്റേജ്. അപ്പൊ മോർ ദാൻ 1 എംബ്രിയോ, അപ്പൊ ഒരു സീഡിൽ തന്നെ ഒന്നിലേറെ എംബ്രിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം? പോളി എംബ്രിയോണി. സിമ്പിൾ അല്ലേ? ഓക്കെ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ആനിമൽ വിസിറ്റേഴ്സ് വിച്ച് കൺസ്യൂം. നമ്മൾ പോളിനേഷന്റെ ഭാഗമാണ്. ആനിമൽ വിസിറ്റേഴ്സ് വിച്ച് കൺസ്യൂം പൊള്ളൻ ഗ്രെയിൻ ഓർ നെക്ടർ. കൺസ്യൂം ചെയ്യും, എന്നിട്ടോ ആ ചങ്ങന്മാർ പോളിനേഷൻ ചെയ്യില്ല. എന്തൊരു പരിപാടിയാണ്! അങ്ങനത്തെ ആൾക്കാരെ അല്ലേ നമ്മള് പൊള്ളൻ റോബേഴ്സ്. മലയാളത്തിൽ പറഞ്ഞ പൊള്ളൻ കള്ളന്മാർ. നല്ല രസാ. ഓക്കെ, ഇംഗ്ലീഷ് പറയുമ്പോൾ ആ ഒരു ത്രില്ലില്ല, മലയാളത്തിൽ പറയുമ്പോൾ രസം. ഓക്കെ, പൊള്ളൻ കള്ളന്മാർ, അതായത് പൊള്ളൻ റോബേഴ്സ്. ഇനി നെക്ടർ ചില സമയത്ത് റോബ് ചെയ്യല്ലോ, അങ്ങനത്തെ സമയത്ത് നമ്മൾ അതിന് എന്തെന്ന് വിളിക്കും? നെക്ടർ റോബേഴ്സ് എന്ന് വിളിക്കും. ഇനി ഇതേ നമ്മള് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇതിനെ ചതിയന്മാർ എന്ന് വിളിക്കാറുണ്ട്. പൊള്ളൻ ചീറ്റേഴ്സ് അല്ലെങ്കിൽ നെക്ടർ ചീറ്റേഴ്സ്. സെറ്റ് അല്ലേ? ഓക്കെ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എക്സ്ട്രാ. ഓക്കെ, നമ്മൾ തിരികെ ബയോടെക്നോളജിയിലേക്ക് വന്നിട്ടോ. സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA പ്രസന്റ് ഇൻ പ്രോകാരിയോട്ടിക് സെൽസ് ആർ കോൾഡ്
കോൾഡ്. ഈ ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ഹോൾ ബയോടെക്നോളജിക്കൽ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദിസ് തിങ് ഈസ് കോൾഡ് പ്ലാസ്മിഡ്. അപ്പൊ പ്ലാസ്മിഡ് ആണ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA ആയിട്ടുള്ള പ്രോകാരിയോട്ടിക് സെല്ലിലുള്ള സംഗതി. ഓക്കെ അല്ലേ? ഓക്കെ. നെയിം ദ ടു കോമൺലി യൂസ്ഡ് വെക്ടർ ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന രണ്ട് വെക്ടർ, ഒന്നാമത്തെ വെക്ടർ നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്ന പ്ലാസ്മിഡ് തന്നെ. ഓക്കെ. ഇനി നമുക്ക് യൂകാരിയോട്ടിക് സെല്ലിന്റെ കേസിൽ പറയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹയർ ഓർഗാനിസത്തിന്റെ കേസിൽ പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്കാരും കൂടി പറയാം. ഏതൊക്കെയാ? ദ ഫസ്റ്റ് വൺ, പ്ലാന്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടർ ആണ് അഗ്രോ-ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഇനി നമ്മളുടെ അനിമൽസിന്റെ കേസിലാണെങ്കിലോ നമ്മൾ എന്തെന്ന് വിളിക്കും? നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടർ ആണ് ഏത്? റിട്രോവൈറസസ്. ഓക്കെ, സിംഗുലർ അല്ലെങ്കിൽ പ്ലൂരൽ. ഓക്കെ, അപ്പൊ നമ്മളോട് രണ്ടെണ്ണം ചോദിച്ചു, നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു. എണ്ണ നീ കരുതി അപ്പം കേട്ടില്ലല്ലോ, അതുകൊണ്ട് വിഷയമല്ല. ഓക്കെ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ആസ് എ മാട്രിക്സ് ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതല്ലേ. എന്താ ആൻസർ? എന്താ ഏജ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. സോ ദ മാട്രിക്സ് യൂസ്ഡ് ഈസ് അഗാരോസ്. ഓക്കെ, വാട്ട് ഇസ് നെക്സ്റ്റ്? ദ റെസ്ട്രിക്ഷൻ എൻസൈം EcoR1 ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ ബാക്ടീരിയ. നമുക്കറിയാം എല്ലാ റെസ്ട്രിക്ഷൻ എൻസൈമും ഐസൊലേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബാക്ടീരിയ എന്നാണ്. അപ്പൊ ഏത് ബാക്ടീരിയ എന്നാണ് EcoR1? അത് നമുക്ക് ആ പേരിൽ തന്നെ കിട്ടും. ഈ ഫ്രം ജീനസ് നെയിം. എന്താ ജീനസ് നെയിം? എസ്കെറീഷ്യ. CO ഫ്രം സ്പീഷീസ് നെയിം എന്താ? E. coli. നിങ്ങൾക്ക് ഫുൾ ഫോം അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഷോർട്ട് ഫോം എഴുതുക. ഷോർട്ട് ഫോം എഴുതിയാലും നമ്മൾ മാർക്ക് കൊടുക്കും. എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞാതിരി നമ്മൾ ആൻസർ മാക്സിമം പെർഫെക്റ്റ് ആക്കുന്നതല്ലേ നല്ലത്. സോ ദ ആൻസർ ഈസ് എസ്കെറീഷ്യ coli എന്ന E. coli. ഓക്കെ, TI പ്ലാസ്മിഡ്. TI ന്റെ ഫുൾ ഫോം ഓർമ്മ ഉണ്ടോ? ഓക്കെ, അപ്പൊ പറയണില്ല. ക്വസ്റ്റ്യൻ എന്താ നോക്കട്ടെ. TI പ്ലാസ്മിഡ് യൂസ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം. ഓക്കെ, എവിടുന്നാ കിട്ടിയത് എന്നാ ചോദിച്ചത്, എന്താണെന്നല്ല. അപ്പൊ TI പ്ലാസ്മിഡിന്റെ ഫുൾ ഫോം എന്താ? TI പ്ലാസ്മിഡിന്റെ ഫുൾ ഫോം? The full form is tumor inducing plasmid. ഈ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് നമുക്ക് എവിടുന്നാ കിട്ടിയത്? നമുക്ക് കിട്ടിയത് TDNA എന്നാണ്. അല്ലെങ്കിൽ വേണ്ട, ഈ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡിലുള്ള ആളാണ് TDNA. ഇത് നമുക്ക് എവിടുന്നാ കിട്ടി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി. എന്താ നേരത്തെ പറഞ്ഞേ? ഇതാ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സംഗതി. ഏതാ? ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഞാൻ എഴുതി സമയം കളയണ്ടല്ലോ. ഓക്കെ, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ TI പ്ലാസ്മിഡിനെ നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒരു മാർക്കിൻ്റെതായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതികൾ. ഓക്കെ അല്ലേ? അപ്പൊ 2 മാർക്ക് ക്വസ്റ്റ്യൻസിനായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ഇത് കണ്ടുടനെ ഇത്രയും കാര്യങ്ങൾ പഠിച്ച ഉടനെ തന്നെ ഇനി റെസ്റ്റ് എടുക്കാതെ, നമുക്ക് സമയമല്ല, നമുക്ക് പിറ്റേന്ന് തന്നെ എക്സാം ഉണ്ട്. ഓക്കെ, റെസ്റ്റ് എടുക്കാതെ എന്ത് ചെയ്യണം? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കാണണേ. അപ്പൊ 2 മാർക്കിന്റെ വീഡിയോയിൽ ഇപ്പൊ വരാവേ. ഓക്കെ, ബൈ.